ബിൽഡിംഗ് ഫണ്ടിനെ സംബന്ധിച്ച് എല്ലാ ജില്ലാ കമ്മിറ്റിയുമാണ് ബന്ധപ്പെട്ട് പൈസ പിരിച്ചു തരുന്നത്. ബിൽഡിംഗ് ഫണ്ട് പിരിച്ചു തരുന്നത് ജില്ലാ കമ്മിറ്റികളാണ്. ഒരാൾ സസ്പെൻഡ് ചെയ്ത് ഒരാളെ ഒരു കമ്മിറ്റിയിൽ നിന്ന് ഒരു ഫോറത്തിൽ നിന്ന് ഇറക്കി വിടുന്ന ഒരാൾ എന്ത് പറയുന്നത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങളുടെ ഒരു മെമ്പറായിരിക്കുന്ന ഒരാൾ പറയുന്നതിൽ അർത്ഥമുണ്ട്. ഒരാളെ സസ്പെൻഡ് ചെയ്ത് പുറത്തു പോകുന്ന ആൾ എന്തെങ്കിലും പറയും, ഞങ്ങൾ അതിനെന്താ മറുപടി പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഗൂഢാലോചനയാണെന്ന് പറയാൻ കാര്യം 3 ആഴ്ച വരും ഒരു ഓൾറെഡി പരാതി വന്നിരിക്കുകയല്ലേ. ഇപ്പൊ ബിൽഡിംഗ് ഫണ്ട് 4,53,00,000 രൂപ അക്കൗണ്ട് വഴി വന്നത് പ്രസിഡന്റ് അടുത്തെന്ന് പറഞ്ഞ് പരാതി അയച്ച ആളുകളാണ്. അത് അനുമോനോട് ഞാൻ ചോദിക്കണം, ഞാൻ പറഞ്ഞിട്ടല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാർക്കോഴ അതിനുശേഷമാണ് മറ്റൊരു സംഘടന താങ്കളുടെ നേതൃത്വത്തിൽ പിറക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന സംഘടന പേര് മാറ്റി മറ്റൊരു സംഘടന. അല്ലല്ല, അത് തെറ്റ്. ആ സംഘടന തന്നെയാണ് രണ്ടാമത് തിരഞ്ഞെടുത്ത് എന്നെ ഇതിന്റെ പ്രസിഡന്റായിട്ട്, അതേ സംഘടന 33 വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ പ്രസിഡന്റായിട്ടാണ് വരുന്നത്. അതിന്റെ പേര് മാത്രമാണ് ഞങ്ങൾ മാറ്റുന്നത്. അത് മാറ്റിയിട്ട് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പേര് മാറ്റം നടത്തി, അത്രയേ ഉള്ളൂ. അതെ. ഈ വ്യവസായം നേരിടുന്നതിനും അതിനനുസൃതമായി എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ ഈ കൈക്കൂലി കൊടുത്താലേ നടക്കുള്ള സാഹചര്യം. എന്റെ അരുണെ, ഞാൻ ചോദിക്കുന്നത് ഏതാണ്, ഞങ്ങളുടെ ഹോട്ടൽ തുറന്നു തരുമ്പം, ഹോട്ടലാണ് ഞങ്ങളുടെ വ്യവസായം തുറന്നു തരുമ്പോൾ ഞങ്ങൾ കാശ് കൊടുക്കാത്തവരാണ്. പിന്നെ എപ്പോഴാണ് കാശ് കൊടുക്കുന്നത്? അത് കഴിഞ്ഞ് 5 വർഷം, ഇത് 7ാമത്തെ വർഷമാണ്. ആദ്യ വർഷം ഈ തുറന്നു തരുമ്പോഴേക്ക് കൊടുക്കണ്ടേ, 10, 100, 200 കോടി കൊടുക്കണ്ടേ? അന്ന് കൊടുക്കാത്ത ഞങ്ങളെന്തിനാ ഇപ്പൊ കൊടുക്കുന്നത്? അപ്പൊ അതാണ് തുറക്കേണ്ട ഞങ്ങളുടെ എല്ലാ ആവശ്യം. അന്ന് ഞങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങളുടെ ബിൽഡിംഗ് വിറ്റ് പകുതി കാശ് വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളെല്ലാവരും തയ്യാറാണ്. 250, 500 കോടി രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒരു പൈസ പോലും വാങ്ങാതെയാണ് ഒരു ഗവൺമെന്റ് ഞങ്ങളുടെ വ്യവസായം തുറന്നു തന്നത്. ഒരു ഇടുക്കിയിലുള്ള ഒരാൾ പൊതുവിൽ പറയേണ്ട കാര്യമല്ലേ. ഇടുക്കിയിലുള്ള ആൾ ഇടുക്കി പറഞ്ഞാൽ പോലും ഇവിടെ എന്തിനാ പൊതുവിൽ പറയണത്? പൊതുവിൽ പറയാൻ ഞാൻ പറയുമല്ലോ, സംസ്ഥാന ഭാരവാഹികൾ. ഇടുക്കിയിലെ ആൾ എന്തിനാ പൊതുവിൽ പറയണത്? പൊതുവിൽ പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ദുരുദ്ദേശമില്ലേ? അത് അയാളുടെ ഹോട്ടലിൽ തന്നെയാണ് അയാൾ പറയണത്. അത് അയാളുടെ ഹോട്ടലിൽ തന്നെയാണ്. അയാൾ പാർട്ണറായിട്ടുള്ള ഹോട്ടലിന്റെ കാര്യമാണ് അയാൾ പറയണത്. അയാള് സസ്പെൻഡ് ചെയ്ത ഒരാൾ എന്ത് പറഞ്ഞു എന്ന് എനിക്കൊക്കെ അറിയാം. അയാൾ ആർക്ക് പണം തന്നു? ഞങ്ങൾക്കൊരു പൈസ തന്നിട്ടില്ല. കെട്ടിടം പണിയാനുള്ള പൈസ അയാൾ തന്നു, അത് ശരിയാണ്. അല്ല, അയാള് തന്നു. പക്ഷെ അയാൾ തന്നുകൊണ്ട് തന്നെ അയാൾ പാരൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പൈസ തരുന്ന ഒരാള് സമാന്തര പ്രവർത്തനം നടത്തുമെന്ന് പറയുന്നതിനകത്ത് അടിസ്ഥാനമില്ലാത്ത കാര്യമല്ലേ? അത് ഒരു സംഘടന രൂപീകരിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ സംഘടന ആയാൽ മാത്രമേ അയാളുടെ സംഘടന എന്ന് പറയാക്കുള്ളൂ. അതില്ലാത്തടത്തോളം ഇതിന് നിന്നല്ലേ ഒക്കുള്ളൂ. ഇതൊരു ആവശ്യം ഭാരവാഹികൾ ഞങ്ങളല്ലേ ബന്ധപ്പെടുന്നത്. അതൊരു സംഘടന ഡെവലപ്പ് ചെയ്ത്, നിങ്ങൾക്കറിയാലോ, നേരത്തെ ഇതിനകത്ത് വേറൊരു സംഘടന ഉണ്ടായിട്ടുണ്ട്. അന്ന് മനിപോനൊക്കെ ഒരു പക്ഷത്തുണ്ടായിരുന്നു. ഇതിപ്പോ സംഘടന രൂപീകരിക്കുന്നു, അതിന്റെ ഭാഗമായി മാത്രം ഈ ഓഡിയോ വന്നാണോ എന്ന് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുക? അത് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പഴയ ബാർക്കോഴയുമായിട്ട് ബന്ധപ്പെടുത്തി ഇതിനെ പറയണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഞങ്ങൾ കൊടുക്കേണ്ടിയിരുന്നെങ്കിൽ ബാർ ഓപ്പൺ ചെയ്തപ്പോഴാണ് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോഴും കൊടുക്കാത്ത ആളുകൾ ഇപ്പൊ 2 മണിക്കൂർ സമയം കൂട്ടി തന്നെ എന്തിനാ പൈസ കൊടുക്കുന്നത്? അതാ പറഞ്ഞ, ഇപ്പൊ 5 ലക്ഷം രൂപ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് കൊണ്ട് എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾ വർദ്ധിപ്പിക്കരുതെന്ന് പറഞ്ഞ് കൊടുത്താൽ ഗുണമുണ്ട്. അതും ചെയ്യാത്തില്ല. 5 ലക്ഷം രൂപ നമ്മുടെ പുറത്തടിച്ചു തന്നിരിക്കുകയാണ് ഈ കച്ചവടം കുറഞ്ഞിരിക്കുന്ന സമയത്ത്. അപ്പൊ അതിന് കൊടുത്ത് ഉറക്കാവത്തില്ല ഞങ്ങൾക്ക്. ബാറുകളുടെ എണ്ണം കൂട്ടില്ല എന്ന് ചിലപ്പോൾ പറയാം. 30 മുറികളുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ഇനി ബാർ കൊടുക്കൂ, അങ്ങനെയൊക്കെ ചില തീരുമാനങ്ങൾ വരും. അത് നിങ്ങൾക്ക് പൊതുവിൽ നിങ്ങൾക്ക് ഗുണകരമാവില്ലേ? അതിന്റെ സഹായമായിട്ട് കുറച്ച് തുക അങ്ങോട്ട് കൊടുത്താലും നഷ്ടമുണ്ടോ? ഇതില് ഒരു ഗവൺമെന്റ് രാവിലെ എഴുന്നേറ്റ് എല്ലാം വ്യവസായത്തിന് ദോഷമുള്ള കാര്യമല്ലല്ലോ തീരുമാനിക്കുന്നത്, ഗുണകരമായ കാര്യം തീരുമാനിക്കുമല്ലോ. ഇപ്പൊ ദോഷമുള്ള കാര്യം തീരുമാനിച്ചു, 5 ലക്ഷം രൂപ കൂട്ടാൻ. ഗുണകരമായ ചില കാര്യങ്ങളും തീരുമാനിക്കും. അപ്പൊ എല്ലാം ദോഷം തീരുമാനിച്ച് വ്യവസായം നടത്താക്കുമോ? അപ്പൊ ഗവൺമെന്റ് ഭാഗം നോക്കി സാമ്പത്തിക കാര്യങ്ങളിൽ അങ്ങനെ തീരുമാനിക്കും. പല കാര്യങ്ങളും അവർ തീരുമാനിക്കും, ദോഷമുള്ള കാര്യവും തീരുമാനിക്കും. അപ്പൊ ഞങ്ങൾ വേണ്ടി റെപ്രസെന്റേഷൻ കൊടുക്കും. ഞങ്ങളെപ്പോലെ എല്ലാവരും ഡെയിലി കയറി ഇറങ്ങി റെപ്രസെന്റേഷൻ കൊടുക്കും. ചിലത് കേക്ക് ഒരു 80% ഒഴിവാക്കി 20% കേൾക്കും. അത് ഞങ്ങൾ മാത്രമല്ല, കേരളത്തിൽ എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മേഖലയിലും അസോസിയേഷനുണ്ട്. അവരിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളും അത് തന്നെ ചെയ്യുന്നത്. ഞങ്ങൾ ഇന്നല്ല കൊടുത്തത്, ഞങ്ങൾ 5 വർഷമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 5 വർഷമായി. ഇപ്പം ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ വ്യവസായം 40% കച്ചവടം താഴെ പോവുകയും 5 ലക്ഷം രൂപ ലൈസൻസ് ഫീ കൂടുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ശക്തിയായി, ഞങ്ങൾ മാത്രമല്ല ഈ മേഖലയിലെ 25ഓളം അസോസിയേഷൻ കത്ത് കൊടുത്തു. നിങ്ങൾ ടൂറിസം ഡയറക്ടറേറ്റിലും സെക്രട്ടറിയുടെ ഓഫീസിലും മന്ത്രി ഓഫീസിലും പോയാൽ ആ കത്തുകൾ കിട്ടും.
ഞങ്ങൾ മാത്രമല്ല 25 സംഘടനകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അനുമോനെതിരെ പരാതി കൊടുക്കും. പരാതി പോലീസിലെ മറ്റേ ഞങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കും, ഇനി ആലോചിക്കുള്ളൂ. അല്ല, നിയമ നടപടിയിലേക്ക് പോകണമല്ലോ. കാരണം അല്ല, അത് ഞങ്ങളിപ്പോ ഇന്ന് രാവിലെ നിങ്ങൾ വിളിച്ചോണത്തി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി അതെല്ലാം കൂട്ടായി ആലോചിക്കേണ്ട കാര്യമാണ്. അത് കൂട്ടായി ആലോചിക്കേണ്ട കാര്യം. കാര്യം എന്തായാലും അന്വേഷണം നടക്കുകയല്ലേ. ഇപ്പൊ നിയമ നടപടി ആലോചിക്കും. ഓൾറെഡി വിജിലൻസ് എൻക്വയറി ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അല്ല, ഇപ്പൊ ഇക്കാര്യത്തിനകത്ത് നിയമ നടപടി ആലോചിക്കും. ഞാൻ ഒന്നും എവിടെ ഉന്നയിച്ചില്ലല്ല. ഞാൻ എവിടെ ഉന്നയിച്ച്? ഇന്ത്യനിലായിട്ട് എവിടെ ഉന്നയിച്ച്? ഞാൻ ഒരിടത്ത് ഉന്നയിച്ചിട്ടില്ല. അത് എനിക്ക് തരാന്നല്ലോ ഇൻഫോസിസുകാർ പറഞ്ഞിരിക്കുന്നത്. ഈ രാജ്യത്തെ ഒരു ടെക്നോ പാർക്കുകാർ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം നിങ്ങൾക്കറിയാം, ITA നടത്തുന്ന ഒരു കമ്പനിക്കും അവർക്ക് സ്വന്തമായിട്ട് ബാർ നടത്താൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ കോ പാർട്ണറെ കണ്ടെത്തും. അത് ചിലപ്പോൾ 5 സ്റ്റാർ ഹോട്ടലുകളായിരിക്കും വരുന്നത്. അത് നാളെ അറിയാക്കുള്ളത് ആരാണ് അവരുടെ കോ പാർട്ണർ. എന്തായാലും അവരോടൊപ്പം കോ പാർട്ണർ ആവുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. അവരതിനുള്ള 5 സ്റ്റാർ ഹോട്ടലുകാരെ കണ്ടെത്തിക്കോളും. ഞങ്ങൾ ഒരു പണപ്പിരിവും ഈ 7 വർഷത്തിനിടെ ചെയ്തിട്ടില്ല. കെട്ടിട ഫണ്ട് മാത്രമാണ്. ഏത് എക്സസ് മണി? 6 കോടി 10 ലക്ഷം രൂപ വേണം. പിരിച്ചിട്ടുണ്ട്. 4 കോടി 53 ലക്ഷം രൂപ പിരിച്ചിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് ഇപ്പൊ 70 പേരുണ്ടെങ്കിൽ 70 പേരും പൈസ തരൂലല്ലോ. ഇത് ലോണാണ്. ഈ ലോൺ പൈസ മറ്റുള്ളവരെ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇപ്പൊ തിരിച്ചു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലോണായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ തീരുമാനം എടുക്കുന്നത്. അത് ഗവൺമെന്റ് അല്ലേ എടുക്കുന്നത്. നിങ്ങളെ കൊണ്ട് അത് കഴിയും. നിങ്ങളെല്ലാം കൂടെ ഇതിപ്പോ ചർച്ച നടത്തി ഞങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യം ഇല്ലാതാക്കുക. അത് മാത്രമാണ് കഴിയുന്നത്. അതായിക്കോട്ടെ നല്ലത്. അപ്പൊ നല്ല വാർത്ത കൊടുക്കുക.